ഹായ് ഗായ്സ്, എന്തൊക്കെയാ എല്ലാവരും പൊളിയല്ലേ? ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എറണാകുളത്തൊരു വണ്ടി നോക്കാൻ പോയിട്ടുണ്ടായ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറയാനുണ്ടാവും. എൻ്റെ ഈ സുരേഷ്-Drives എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ 90% എന്ന് പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ കണ്ടന്റ് ആക്കി മാറ്റുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മലപ്പുറത്ത് ഒരു വണ്ടി നോക്കാൻ പോയ കഥ. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയുടെ വിൻഷീൽഡ് വേറെ കമ്പനീൻ്റെതാണ്, അതിൻ്റെ മുകളിൽ ബെൻസിൻ്റെ ലോഗോ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ആ ഫോണിൻ്റെ സംഭാഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സംശയമായിട്ട് വിളിച്ചതാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് ആ ബെൻസിൻ്റെ വിൻഷീൽഡ് അല്ല, അത് പുറമേ നിന്ന് ഏതോ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഗ്ലാസ് ആണ് അതിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ ലോഗോ കണ്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണോ എന്നൊക്കെ ചോദിച്ച് തന്നെ വിളിച്ചേ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ലോഗോ ഉണ്ടാവും, അതായത് ഈ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ, ബ്രേക്ക് ലൈറ്റിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും ലോഗോ ഉണ്ടാവും, ബെൻസിൻ്റെതാണ് എല്ലാ സ്ഥലത്തും ലോഗോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി നോക്കി. അപ്പോൾ ആക്ച്വലി എനിക്ക് ഒരു സംശയം തോന്നിയപ്പോൾ ഞാനൊന്ന് വിളിച്ചതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഒരു E-Class ആണ്, ഒരു E250 ആണ്. അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് നിന്ന് ഒരു ഡീലറിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ പിന്നിൽ റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ലൈറ്റിൽ ഈ ലോഗോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്തായാലും എന്നാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, അതായത് കോപ്പി പ്രൊഡക്റ്റ് ആയിരിക്കും, അപ്പോൾ ഒറിജിനൽ പാർട്സ് ആവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ എറണാകുളം വഴി വരികയാണെങ്കിൽ ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി, നമുക്ക് ഏതായാലും ഞാൻ വരുന്ന ടൈമിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊല്ലത്ത് പോയ ടൈമിൽ ഞാൻ കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊല്ലം വഴി വരുമ്പോൾ എന്തായാലും ഒന്ന് എറണാകുളത്ത് ഇറങ്ങണം, എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണാം, വണ്ടി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടി ഞാൻ കണ്ടു. ആ വണ്ടിയുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ആ വണ്ടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാണ് ആ വണ്ടി, അതായത് സർവീസ് ഹിസ്റ്ററിയൊക്കെ വളരെ പക്ക ആയിട്ടുള്ള, ഒരു ആക്സിഡൻറ്റ് ക്ലെയിമും ഇല്ലാത്ത വണ്ടി. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ Mercedes-Benz എന്ന് പറഞ്ഞ് ഉള്ളിൽ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്നില്ലേ? ഇതേ Mercedes-Benz എന്ന് പറഞ്ഞ നല്ല വൃത്തിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ നമുക്ക് ലോഗോ കാണാൻ പറ്റും, കണ്ടില്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? ബെൻസിൻ്റെ ലോഗോ കണ്ടില്ല അവിടെ? ഇനി നമുക്ക് നേരെ റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ലൈറ്റ് നോക്കാം. E250 ആണ്. നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ലോഗോ കാണാനില്ല, അങ്ങനത്തെ ഒരു ലോഗോ എവിടെയും ഇല്ല. സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് സൈഡിൽ Mercedes-Benzൻ്റെ ആ ബാഡ്ജിങ് ഉള്ളിലില്ല. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഓക്കെ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക് ലൈറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ എൽക്കോമീറ്റർ വയ്ക്കുകയാണ്. 430 കാണുന്നത്. കാരണം 500 എബോവ് ആണെങ്കിൽ നല്ല കനമുള്ള പുട്ടിയാണ്. അപ്പോൾ ഡിക്കിക്കും ഈ സൈഡിലെ റിയർ ഫെൻഡറിനും കൂടിയാണ് തട്ട് കെട്ടിയിരിക്കുന്നത്. 500 എബോവ് ആണ് ഇവിടെയൊക്കെ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പുട്ടി കയറിയിട്ടുണ്ട്. കാരണം ഈ പാനലിന് കംപ്ലീറ്റ്ലി ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫ്രണ്ടിൽ ഡോറ് വെച്ച് നോക്കുമ്പോൾ 160 ഉള്ളൂ, ഇവിടെ 500 എബോവ് ആണ് കാണുന്നത്. ബാക്കിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 500 എബോവ് ആണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ളൊരു തട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പെയിൻറ്റിൻ്റെ തിക്നെസ് നോക്കിയപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്യണം. വണ്ടിയുടെ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കിലോമീറ്റർ കുറവാണ്. ബാക്കിയുള്ള പെയിൻറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് ഉള്ളത്. നോർമൽ കണ്ടീഷനിൽ തന്നെയാണ്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പുട്ടി വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റും ടച്ചപ്പൊക്കെ ഉണ്ട്. എന്തായാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ആക്സിഡൻറ്റിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇനി വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ടയറൊക്കെ മാറ്റി നമ്മൾ ഇനി അവിടുത്തെ പാനൽസൊക്കെ നോക്കി, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി നേരെ അകത്തുള്ള പാനൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്, ഇൻസ്പെക്ട് ചെയ്യാണ്. മൊബൈൽ അതിനകത്തേക്ക് പോകത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ പാനലൊന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. അതായത് പേസ്റ്റിങ്ങിലുള്ള വ്യത്യാസങ്ങളോ പഞ്ചിങ് പോയിട്ടുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വൃത്തികേടുകളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നോക്കാനുള്ളത് റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ നമുക്ക് ഡൗട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡ് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഉള്ളിൽ പാനലൊക്കെ കട്ട് ചെയ്ത് പേസ്റ്റിങ് തുരുമ്പൊക്കെ കാണാൻ പറ്റും. ഒരു കോലാക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാനലിന് നല്ലൊരു ഡാമേജ് പുറത്തുനിന്ന് കുടുങ്ങിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വർക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന പണിയും തീരെ സുഖമില്ല. കാരണം കമ്പിയൊക്കെ ഇട്ട് മറ്റേ പാനലുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതൊക്കെ ഒന്ന് മാറ്റട്ടെ.
കണ്ടില്ലേ, ഈ പാനൽ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇതൊക്കെ. അപ്പം ഇവിടെ എത്രയും പുറമെ അത്യാവശ്യം നല്ല പുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. ഇതാണ് സംഭവം. ഇത് നോക്കി, ഇതിൻ്റെ മുകളിൽ പാനൽ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട, കമ്പിട്ട് വെച്ച് കമ്പിനെ കൊണ്ട് കെട്ടി വെച്ചിരിക്കുക. എന്താലേ ബെൻസ് ഈ ക്ലാസിൻ്റെ വർക്ക് എടുത്താണേ. പുറമാരും കാണൂലല്ലോ, എന്ത് പരിപാടി ഇവിടെ നടക്കുമല്ലോ. എങ്ങനെയുണ്ട്? ഈ വീഡിയോയിൽ കണ്ട വണ്ടീൻ്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്ക ജെന്യൂൻ ആയിട്ടുള്ള സർവീസ് ഹിസ്റ്ററിയാണ്. കാരണം വണ്ടി വളരെ ലോ കിലോമീറ്റർ ആണ്, പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പക്ഷേ ഈ ഒരു ക്ലെയിം, അതായത് ഈ ക്ലെയിം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ആക്സിഡന്റൽ വർക്ക് പുറത്തു പോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ പെർഫെക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി മാത്രമല്ല, നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ നമ്മൾ അതിനെ പക്ക തുറയായിട്ട് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി വളരെ ക്ലീൻ ആയിട്ടുണ്ടാവും, പക്ഷേ ആക്സിഡന്റൽ വർക്കൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെതായ വിലയ്ക്ക് കിട്ടണം. അതായത് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് കൊടുക്കുന്ന വില കൊടുത്തിട്ടല്ല ഇത്തരം വണ്ടികൾ നമ്മൾ മേടിക്കേണ്ടത്. കാരണം എന്തായാലും ആ ഒരു ആക്സിഡന്റിൻ്റെതായ ഡിപ്രീസിയേഷൻ വിലയിൽ സംഭവിക്കും. ഇത് അറിയുന്നത് കൊണ്ടാണ് ആ ഓണർ വണ്ടിയുടെ വർക്കൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് എടുത്തിട്ട് സർവീസ് ഹിസ്റ്ററി വളരെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുന്ന ടൈമിൽ ആ വണ്ടി എങ്ങനെ സ്വന്തമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹെൽപ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി വരില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.